ഹായ് വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റിസോർട്ടാണ്. വാഗമണിലുള്ള ഒരു റിസോർട്ട്, വിൻ്റർ വാൽ ഗ്രീൻ സ്റ്റേ എന്നാണ് അവരുടെ ക്യാപ്ഷൻ. അപ്പോൾ നമുക്ക് വിൻ്റർ വാലിലേക്ക് കിടക്കാം. ഞങ്ങളൊരു 2 ഡേ പ്രോഗ്രാമായിട്ടാണ് വാഗമണിൽ വന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് ആ ഏരിയ കറങ്ങി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് എത്തിയത്. റിസോർട്ടിൽ നമുക്ക് ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 PM ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. വണ്ടി റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്ക് ചെയ്തു. ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ റിസോർട്ട്. കുറച്ച് ഹെയർ പിൻ പോലെ കയറി മേളിൽ പോയിട്ടാണ് നമുക്ക് ഈ റിസോർട്ടിലേക്ക് എത്തുന്നത്. റിസോർട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് സാധനങ്ങൾ ഇറക്കി. മുന്നിൽ തന്നെ ഒരു വലിയൊരു ആനേനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആനയും അവരുടെ ആ റിസപ്ഷൻ ഏരിയയൊക്കെ നല്ല രസകരമായ ഒരു കേരള ഫീൽ തരുന്ന ഒരു റിസപ്ഷൻ ഏരിയയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4 കെട്ട് ഡോറ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടം, വിളക്ക്, അങ്ങനെ ഉരുളി, പല നമ്മുടെ കേരള പ്രതീകങ്ങളായ പല കാര്യങ്ങളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആനക്കൊമ്പിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയാണ് വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ പണ്ട് തറവാടിൻ്റെയൊക്കെ മുൻവശം പോലെ ആണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു വാള്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൂം എല്ലാം സെറ്റായി. റൂമിലേക്ക് പോകുന്ന വഴി അവർക്ക് വേറെ വഴി കൂടെയാണ് നമുക്ക് കാറൊക്കെ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ നമുക്കധികം ലഗേജ് ഇല്ലാത്ത ആയതുകൊണ്ട് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, ഈ റിസപ്ഷൻ ഏരിയയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ ബാഗ് എടുത്ത് നടന്നത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചു നേരെ സ്ട്രെയിറ്റ് വഴിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ നേരെ ആദ്യം എത്തുന്നത് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ്. റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് തിരിഞ്ഞ് നമ്മൾ കുറേ വള്ളിച്ചെടികൾ തൂങ്ങി കിടന്ന് നല്ല രസകരമായ പന്തൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ നല്ല പൂക്കളാണ് ആ പന്തലിൽ തൂങ്ങി കിടക്കുന്നത്, വള്ളിച്ചെടികളുടെ പന്തലിൽ. ആ പൂക്കളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ചെറിയൊരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികളുടെ. ആ പ്ലേയിങ് ഏരിയ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി. ഞങ്ങൾ 3 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. 3 ഫാമിലിയിലും കുട്ടികളടക്കമുള്ള ഫാമിലിയാണ്. 3 റൂമിനും നല്ല ഒരു വ്യൂയിങ് ഏരിയയൊക്കെ ബാൽക്കണിയൊക്കെ ഉള്ള ഒരു റൂമുകളായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം ഞങ്ങൾ AC ഒക്കെ ഉണ്ട്, ബാൽക്കണി ഉണ്ട്, നല്ലൊരു വ്യൂ ആണ്. നല്ല വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂൾ ദൂരെ കാണാൻ സാധിക്കും. ചെറിയ നല്ലൊരു കാട് ഫീലൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു വ്യൂയിങ് പോയിൻ്റാണ് ബാൽക്കണിയിലുള്ളത്. റൂമിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. വാഷ്റൂം ആയാലും എല്ലാം പ്രിറ്റി ഡീസൻ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നല്ല ഈസി ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ എൻ്റെ കുട്ടികളൊക്കെ വന്ന് നന്നായിട്ട് കളിച്ച് തുള്ളി ചാടി ബെഡും വരുന്ന കുറേ നേരം കളിച്ചിട്ട് ഞങ്ങൾ പതുക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ആദ്യം ഈ സമയം ഏകദേശം ചായ കുടിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ പോയിട്ട് പെയ്ഡ് ചായയും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്നിട്ട് അവർ എന്താണോ ആ സമയത്ത് തന്നെ ഉണ്ടാക്കി തരുന്ന സ്നാക്സ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഓപ്ഷൻസിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് ചിക്കൻ നഗറ്റ്സും പഴംപൊരിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ ചായയും കോഫിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇതൊക്കെ വന്നു. റെസ്റ്റോറൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് കുറച്ച് പൊക്കത്താണ്. ഇപ്പോൾ റിസപ്ഷൻ ഏരിയയുടെ തൊട്ട് മുകളിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു വിൻഡോ കൂടെ നോക്കി കഴിഞ്ഞാൽ ഒരു കാടാണ് ചുറ്റും നമുക്ക് കാണാം. മരങ്ങളുടെ മേൽഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കുറേ വള്ളിച്ചെടികളും കാര്യങ്ങളൊക്കെ തൂക്കിയിരിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂവിങ് ഏരിയ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ചായ കൂടി കഴിഞ്ഞ് നമുക്കൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. പ്ലേയിങ് ഏരിയയിൽ കുട്ടികൾ കുറച്ച് നേരം ഊഞ്ഞാലും ഈ കറങ്ങുന്ന സാധനവും പിന്നെ സ്ലൈഡറും ട്രാംപോളിനും ഉണ്ട്. ട്രാംപോളിയിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ നന്നായിട്ട് ചാടി കളിക്കേണ്ടതാണ്. ഞങ്ങളും പതുക്കെ കയറി കുറച്ച് നേരം ചാടി നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെയും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തേക്കുള്ള റോഡ് ഉണ്ട്. ആ റോഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റോഡാണ്. റൂമിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് റോഡ്സാണ്. അപ്പോൾ ആ റോട്ടിൽ കൂടെ തന്നെ നടന്നു. അപ്പോൾ കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങണം. ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അവിടെ റൂമുകളുണ്ട്, പ്ലേയിങ് ഏരിയ ഉണ്ട്. അപ്പോൾ പ്ലേയിങ് ഏരിയ ഒക്കെ ഞങ്ങൾ കയറി നോക്കി. ഇൻഡോർ പ്ലേയിങ് ഏരിയയാണ്. അവിടെ നമുക്ക് ടേബിൾ ടെന്നീസ് കാണാം, സ്നൂക്കർ കാണാം, ക്യാരംസ് കളിക്കാൻ പറ്റാവുന്ന ഓപ്ഷൻസ് കാണാം. കുറച്ച് നേരം ഞങ്ങൾ അതും ആസ്വദിച്ചു. നേരം ഒരു ഏകദേശം 5:30-6 മണി സമയത്ത് ഞങ്ങൾക്ക് 7 മണി വരെ സ്വിമ്മിംഗ് പൂൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോയി. പോകുന്നൊരു ആ റോട്ടിൽ കൂടെ തന്നെ ഭയങ്കര ഇറക്കമാണ്, നല്ലൊരു ഇറക്കമാണ്. ഇറക്കത്തിലേക്ക് ഇറങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ കാണുക. ഇതൊക്കെ എല്ലാം ഈ വിൻ്റർ വേലിൻ്റെ പ്രോപ്പർട്ടിയിൽ പെടുന്ന ഏരിയയാണ്. ഈ റോഡടക്കം പ്രൈവറ്റ് റോഡാണ്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. സ്വിമ്മിംഗ് പൂളിന് ചുറ്റും നല്ല രസകരമായ വ്യൂയിങ് പോയിൻ്റാണ്. ഒരു ഏരിയ ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ ചുറ്റും തേയിലത്തോട്ടവും ഒരു സൈഡ് നമുക്ക് വാഷ്റൂമും ഡ്രസ്സ് മാറാനുള്ള ചേഞ്ചിങ് റൂമും അങ്ങനെ
ഏരിയയൊക്കെയാണ്. ഓൾറെഡി അവിടെ ഒരു ഫാമിലി ആസ്വദിക്കുന്നുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂള്. ഞങ്ങളും ഇറങ്ങി വെള്ളത്തിലേക്ക്. പക്ഷെ നല്ല തണുപ്പായിരുന്നു, രാത്രി ആയതുകൊണ്ടും പിന്നെ അധികം വെള്ളം അനങ്ങാത്തതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു, ഫ്രീസിങ് വാട്ടറായിരുന്നു. എന്നാലും ഞങ്ങൾ അതിലിറങ്ങി ആസ്വദിച്ചു. ഇത് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് ഈ സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു റെയിൻ ഡാൻസിൻ്റെ ഒരു ഓപ്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്, വള്ളിച്ചെടികൾ പോലെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് ഷവറിൻ്റെ ഇത്. അതിൻ്റെ ഇടയിൽ വെള്ളം ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുന്നു, മ്യൂസിക് കേട്ടിരിക്കുന്നു, ലൈറ്റിങ്ങും എല്ലാം നല്ല രസകരമായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ കുറച്ച് ഇൻവൈറ്റ്സൊക്കെ വന്നു. അവിടെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഡിന്നർ ടൈം ആയപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരുമെന്ന്. നേരത്തെ കൂട്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി അവിടെ ആകെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉള്ളൂ. അതിന് 2500 എന്തോ ആണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ. ബിക്കോസ് അവിടെ കുറേ ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഏരിയ കിട്ടില്ല. ആ ഏരിയ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. ഭക്ഷണവും നമ്മൾ ഡിന്നർ അവിടെയാണ് സെറ്റ് ചെയ്തത്. അവിടെ നമ്മൾ ഗ്രിൽഡ് ഓപ്ഷൻസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ചിക്കനും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ചിക്കൻ വേണമെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മസാല ഒക്കെ പുരട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ പൊറോട്ടയും ചിക്കനും കുബൂസും അങ്ങനെ പല ഓപ്ഷൻസ് ഞങ്ങൾ ഗ്രില്ലിന് ബാർബിക്യൂവിന് പറ്റിയ ഓപ്ഷൻസൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് ഇട്ടേക്കുന്ന തീ തന്നെ ഒരു ഗംഭീര തീയാണ്. നല്ല രസമായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഏരിയ നമുക്ക് അങ്ങോട്ട് വിട്ടു തരാണ്. നമുക്ക് രാത്രി 10 മണി വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയും പാട്ടും എല്ലാം നല്ല സ്പീക്കേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ കേട്ട് തുള്ളി ചാടി കുറേ നേരം ഇരുന്നു. ചുറ്റുമുള്ള ഫാമിലിക്കാരൊക്കെ എത്തിച്ച് നോക്കണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കൂട്ടി പറയണം. അങ്ങനെ നല്ല ക്യാമ്പ് ഫയറും കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വൈൻഡപ്പ് ചെയ്ത് കിടന്നുറങ്ങി. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഫ്രഷായി. ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്, ബുഫേയാണ്. പൊതുവേ എല്ലാം നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. എല്ലാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പൂരി, ദോശ, ബ്രെഡ്, നോർമൽ നല്ല ഡീസൻറ്റ് ഫുഡ് തന്നെയായിരുന്നു അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ആസ്വദിച്ചു. ചെറുതായിട്ടൊന്ന് സൈഡ് സീനൊക്കെ ചുറ്റും നോക്കി കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഫീൽ ചെയ്തു. വേറെ കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ബോട്ടിങ്ങിനായാലും അഡ്വഞ്ചർ പാർക്കിലേക്കായാലും പാരാഗ്ലൈഡിങ്ങിനായാലും അതിനൊക്കെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. സംസാരിച്ച് വയ്ക്കണം. പക്ഷെ ഞങ്ങൾ ഒന്നും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല. ജീപ്പ് സഫാരി അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും അവരൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. 2022 ഡിസംബറിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ റൂംസും എല്ലാം പ്രിറ്റി ഡീസൻറ്റ്, സർവീസും നല്ല ഡീസൻ്റ് ആയിരുന്നു, ഭക്ഷണവും നല്ല ഡീസൻ്റ് ആയിരുന്നു. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു റിസോർട്ട് തന്നെയാണ് വിൻ്റർവെൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.